Hi guys, welcome back to our family. അപ്പോൾ നമ്മളിപ്പം വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കാശിക്കോട്ട് ഒരു മുണ്ടെടുക്കാൻ പോകണം. നാളെ ഞങ്ങൾ ചെന്നൈയിൽ പോവാണ്. നാളെ രാവിലത്തെ ട്രെയിനിന്. തമിഴ്നാട് വൈബ്സ്. അപ്പം രാവിലെ അമ്പലത്തിലേക്ക് പോയി ഇപ്പം അമ്പലത്തിൽ പോയിട്ട് മോൻ്റെ മുണ്ടൊക്കെ ഒന്ന് മേടിക്കണം. കാര്യം ഞങ്ങൾ വരുന്ന സമയത്ത് അറിഞ്ഞില്ലായിരുന്നു അമ്പലത്തിൽ പോകണ കാര്യം. അപ്പം ഞാൻ എടുത്തിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പം അത് മേടിക്കണം. പിന്നെ വേറെന്താ പറയണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. അപ്പം നമുക്ക് ഇവിടെ കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ, ഉണ്ണിക്കണ്ണൻ്റെ അമ്പലമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയിട്ടില്ല, കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് പോകണമെന്ന്. ഇപ്പോഴാണ് നടന്നത്. അപ്പോൾ എന്തായാലും പോകണം. അപ്പോൾ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, അമ്പലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ചേച്ചിയൊക്കെ പറഞ്ഞത് തറവാട് കണക്കുള്ള അമ്പലമൊന്നുമല്ലേ ചേച്ചി? തറവാട് കണക്കുള്ള. പിന്നെ വേറെന്തോ കൃഷ്ണൻ്റെ കേരളത്തിലെന്തോ അങ്ങനെ എന്തൊരു കൃഷ്ണൻ നേരിട്ട് വന്ന് കളിച്ച അമ്പലം ഗുരുവായൂർ അമ്പലം കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്ത് പിന്നെ അമ്പലപ്പുഴ. ഈ 3 ഉള്ളൂ കേട്ടോ. ഉണ്ണിക്കണ്ണൻ്റെ അമ്പലങ്ങൾ 3 കേരളത്തിലുള്ളൂ. അതിലൊന്നും ഇതാണ്. അപ്പോൾ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. സോ ഇന്നലെ തൊട്ട് നമ്മൾ വാക്കിംഗ് ആണ്, കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇന്നും വാക്കിംഗ് ആണ്. 9-ാം തീയതിയാണ് നമ്മൾ വണ്ടി ഇറങ്ങും. ഫുള്ള് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇറങ്ങുകയാണ്. ഞങ്ങൾ 3 പേരും ഉള്ളൂ കേട്ടോ, ഞാൻ ഗോകു ചേച്ചി. സ്റ്റേ ട്യൂൺ. അല്ല വേണ്ട, ശരി. അണ്ണന് കൊടുക്കാനായിട്ട് നമ്മൾ മഞ്ചൊക്കെ മേടിക്കാൻ പോവുകയാണ്. നമ്മളെ സ്ഥിരം കട, നമ്മളെ സ്ഥിരം ഷോപ്പ്. കാശിക്ക് വേണോ മഞ്ച് വേണോ കാശി? ഓയ് എൻ്റെ പൊന്നി, ചക്കര പൊന്നി. സ്ഥിരം വരാനുള്ള ഷോപ്പാണ്. അങ്ങനെ നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇത് വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഒരു ട്രഡീഷണൽ വൈബ് തോന്നുന്നുണ്ടല്ലേ. ഇതങ്ങനെ പുതുക്കി പണിയെടുക്കുകയൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു പണ്ടത്തെ ആ ഒരു സ്റ്റൈൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരമ്പലമാണ് കേട്ടോ. അയ്യോ, അമ്പലത്തിൻ്റെ പേര് പൂതക്കുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അങ്ങനെ എന്തോ ആണ് കേട്ടോ. അതോ പുതുക്കുളമാണോ പേരെനിക്കറിയില്ല. കണ്ണൻ്റെ അമ്പലമാണ് എന്തായാലും. ഞങ്ങൾ ചെന്ന സമയത്തും ഇത് നമ്മുടെ മുൻവാതിൽ തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് തിരുമേനി വന്നിട്ട് മുൻവാതിൽ തുറക്കുന്നത്. ഉള്ളിൽ ആളുണ്ടായിരുന്നു, പക്ഷെ അധികം ആളോ കാര്യമോ തിരക്കോ ഒന്നും ഇല്ലാത്തൊരു അമ്പലമാണ് കേട്ടോ. നല്ല ഒരുപാട് ഒരുപാട് സ്പേസ് ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്, ഭയങ്കര ഒരു നാട്ടിൻപുറം ഫീല് തോന്നുന്ന തരത്തിലുള്ള അമ്പലമാണ് കേട്ടോ. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാശിക്കുട്ടൻ ഇരിക്കാൻ തുടങ്ങിയോ എന്ന്. കാശിക്കുട്ടൻ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾ പിടിച്ച് നിൽക്കും, എഴയാൻ തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ നമ്മൾ കയ്യിലിങ്ങനെ പിടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ചുവട് വെച്ച് നടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാശിയുടെ കാര്യം എല്ലാം ഭയങ്കര ഫാസ്റ്റാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇവൻ കമന്ന് വീണതായാലും തല ഉയർത്തിയതായാലും എല്ലാം പെട്ടെന്നായിരുന്നു. തല ഉറച്ചതും ഒക്കെ പെട്ടെന്നായിരുന്നു. ഇപ്പോൾ ആൾ ചെറുതായിട്ട് പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തന്നെ ഇപ്പം നമ്മളെവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വന്നിട്ട് പതുക്കെ നമ്മളെ പിടിച്ചിട്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ എണീക്കും. എന്നിട്ട് ചെറുതായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് കാശി ബേബി ടാറ്റ കാണിച്ചു കേട്ടോ. നമ്മൾ കടയിൽ കയറിയപ്പോൾ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ ടാറ്റ പറഞ്ഞപ്പോഴത്തേന് ആൾ ടാറ്റ പറഞ്ഞു. ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പൂപ്പന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മമാരെ കണ്ടു കഴിഞ്ഞാൽ കരച്ചിലാണ് കേട്ടോ, പോകത്തില്ല. അപ്പൂപ്പന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉള്ളിൽ കയറുന്നത് ഈ ഒരു ചെറിയ വാതിൽ വഴിയാണ്. ഉള്ളിൽ ആണുങ്ങൾക്ക് ഷർട്ട് ഇടാൻ പറ്റില്ല. മോനെ കുഞ്ഞായതുകൊണ്ടിട്ട് മോൻ്റെ മോൻ്റെ ഡ്രസ്സ് റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഗോകു ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഉള്ളിൽ കയറിയത്. നമ്മുടെ ഉള്ളിലെ ഭാഗമൊക്കെ ഒരുപാട് ഈ മച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പിൽ അമ്പലമാണ് കേട്ടോ. ഞാൻ ഉള്ളിലേക്ക് വീഡിയോ എടുക്കണം, ശ്രീകോവിലിൻ്റെ വീഡിയോ എടുക്കണം വിചാരിച്ചാണ്. അപ്പോൾ അകത്ത് നിന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ എടുക്കുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഉള്ളിലേക്ക് എടുത്തോളാൻ പറഞ്ഞു. എനിക്കൊത്തിരി ഇഷ്ടമായിട്ട് നമ്മുടെ മനസ്സൊന്ന്, ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഞാൻ പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം പോകുന്ന ഒരാളാണ്. എല്ലായിടും എനിക്ക് വിശ്വാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് എവിടെ പറ്റുമോ അവിടെയാണ് നമ്മുടെ ഭഗവാനുള്ളത്.
പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ അമ്പലമായതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ കുറേ മഞ്ചാടിക്കുരുക്കളും കുഞ്ഞിക്കുരുവും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാശിക്കുട്ടിനെ കൊണ്ടിട്ട് മഞ്ചാടി ഇങ്ങനെ വാരിച്ചു. 3 വട്ടം മഞ്ചാടി വാരിക്കുന്നത് ഒരു ചെറിയൊരു നേർച്ച പോലെ വാരിച്ചതാണ് കേട്ടോ. പിന്നെ കാശിക്കുട്ടൻ മഞ്ചാടി വിട്ടിട്ടൊരു കളിയില്ല, ഫുള്ള് കളിയായിരുന്നു കേട്ടോ. അവൻ തന്നെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വേണ്ട മമ്മി എന്നെ പിടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന രീതിയിലിരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. ആൾ നന്നായിട്ട് മഞ്ചാടിക്കുരുവൊക്കെ ഇങ്ങനെ പറക്കി എറിഞ്ഞൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞു കുട്ടിയല്ലേ കളിച്ചോട്ടെ എന്ന് പറഞ്ഞു. സമാധാനം, സന്തോഷം. പിന്നെ നമുക്ക് തിരിച്ചു പോരാൻ നേരം പുഷ്പാഞ്ജലിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പായസം ഉണ്ടല്ലോ, പായസം നമ്മുടെ പാൽപ്പായസം തന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ. എന്താ ഒരുപാട് നാളത്തെ പഴക്കമുള്ള കണക്കത്തൊരു അമ്പലം കേട്ടോ. കാശി ഇന്നോട്ട് എല്ലാവരോടും ടാറ്റ പറഞ്ഞു തുടങ്ങി. ആദ്യമായിട്ട് ഇന്ന് ഞങ്ങൾ കടയിൽ കയറിയപ്പോൾ ഒരു അച്ചാച്ചൻ വന്നിട്ട് ടാറ്റ വന്നപ്പോൾ അവൻ കൈ കാണിച്ച് ടാറ്റ കാണിച്ചു കൊടുത്തു. ആദ്യമായിട്ടാണ് കാശി സംസാരിക്കുന്നത്. ചിലപ്പോൾ കേൾക്കില്ല, വീട്ടിൽ ചെന്നിട്ട് പറയാം. നമുക്കങ്ങനെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഷോപ്പിൽ കയറണം, ഒരു ചായക്കട തപ്പിപ്പിടിച്ച് ചായ കുടിക്കണം. പിന്നെ എനിക്ക് എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ മതിയായിരുന്നു കേട്ടോ. നാരങ്ങ വെള്ളം എന്തെങ്കിലും കുടിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ചേച്ചിക്കും ഗോകുനും ചായ വേണമെന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ച് പോണ വഴിക്ക് ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് അല്ല, ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നടന്ന് വന്നാൽ മതി. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ കാണുന്നത്. കാര്യം നമ്മൾ നടന്നു വരാറില്ലല്ലോ, കൂടുതലും വണ്ടിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ശ്രദ്ധിക്കാറില്ല. അപ്പം മീൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് ഞങ്ങളൊരു ചായക്കടയല്ല, ഒരു ബേക്കറിയിൽ വന്നു. ഞാനൊരു സോഡ നാരങ്ങ പറഞ്ഞു, ഗോകുവും ചേച്ചിയും ചായ പറഞ്ഞു. പിന്നെ കാശിക്കുട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ കായ്പോള എന്ന് പറയുന്ന സാധനം എടുത്തത്. ഏത്തയ്ക്ക് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് ആവി വെച്ച് സ്റ്റീം ചെയ്തെടുക്കുന്നില്ല, അപ്പം അങ്ങനെയുള്ളതൊക്കെ ഞാൻ കൊടുക്കാം, സ്റ്റീം ചെയ്തെടുക്കുന്നതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അത് മേടിച്ചത്. പക്ഷേ കാശി ബേബിക്ക് അങ്ങനെ ഇഷ്ടമായില്ല, അവൻ കഴിച്ചില്ല കേട്ടോ. അവന് ശ്രദ്ധ എൻ്റെ വെള്ളത്തിനകത്തായിരുന്നു. ഞാൻ എന്തെങ്കിലും ജ്യൂസൊക്കെ മേടിക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കാറുണ്ട്. ഇത് സോഡ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മാംഗോ ജ്യൂസോ പൈനാപ്പിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും കേട്ടോ, വാവിക്ക് വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ കൊടുത്തില്ല, സോഡ ആയതുകൊണ്ടിട്ടാണ് കേട്ടോ കൊടുക്കാണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ്. അത് അടുത്ത് തന്നെയുള്ളൊരു ചെറിയ ഷോപ്പിലേക്കാണ് പോയത്. കാശിക്കുട്ടിന് പറ്റിയൊരു മുണ്ട് കിട്ടി. പിന്നെ ഞങ്ങൾ ഷർട്ട് തിരക്കി, പക്ഷേ ഷർട്ടില്ലായിരുന്നു. ഇപ്പം അമ്പലത്തിൽ ചെന്നിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ചെന്നൈയിൽ ചെന്നിട്ട് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ ചേച്ചിയുടെ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. രഞ്ജു ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഗോകുവിൻ്റെ ഇത് 2ാമത്തെ ചേച്ചിയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് ഇനി മൂത്ത ചേച്ചിയുണ്ട്. മൂത്ത ചേച്ചി ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, നാളെ കാണിച്ചു തരാം കേട്ടോ. ചെന്നൈയിൽ പോകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഞാനിത് ഇന്ന് തലേന്ന് തന്നെ എടുത്തതിന് അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വെക്കുകയാണ്. കാര്യം സമയം കിട്ടില്ല. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല വിലക്കുറവിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ ഇവിടുന്ന് ഒരു ഫീഡിങ് കുർത്തി എടുത്തു. കാര്യം ഞാൻ കൊല്ലത്തുനിന്ന് വന്നപ്പോൾ ഫീഡിങ് കുർത്തി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലെഗിങ്ങും ടോപ്പും അതുപോലെ ചെറിയൊരു 2 ഗൗണും മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതും കൂടെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഫീഡിങ് കുർത്തി കൂടെ എടുത്തിട്ട് ഇവിടെ എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗോകുവിൻ്റെ ചേച്ചി അമ്മയുടെ കണക്കാണ്. ബിക്കോസ് എൻ്റെ എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ നിന്നിട്ട് ചേച്ചിക്ക് എൻ്റെ കയ്യും ഒരു 6-7 വയസ്സിൻ്റെ മൂപ്പുണ്ട്. എന്നാൽ പോലും ചേച്ചി എൻ്റെ മോളെ പോലെയാണ് കാണുന്നത്. എൻ്റെ ഭാഗ്യം ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് വേണ്ടുന്ന എല്ലാം വാങ്ങിത്തരലാണ് പുള്ളിക്കാരത്തിൻ്റെ പണി. പുള്ളിക്കാരത്തി ഇന്ന് വാങ്ങുന്നു, അതെനിക്ക് മേടിച്ച് തരും. എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് കേട്ടോ അത്. എനിക്ക് നല്ലൊരു ഫാമിലി കിട്ടി, ഞാൻ പ്രൗഡാണ് ആ കാര്യത്തിൽ. ഇപ്പോൾ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവും, ഐ ഡോണ്ട് കെയർ. എന്നെ നോക്കുന്ന രീതി അത് മാത്രം ഞാൻ നോക്കിയാൽ മതിയല്ലോ. സോ ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്, ആരെന്ത് പറഞ്ഞാലും. അങ്ങനെ നമ്മൾ ഊര് ചുറ്റിലും അമ്പലം കറങ്ങലും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. എനിക്കൊരു ഫീഡിങ് കുർത്തി, കാശിക്കോട്ടിനൊരു മുണ്ടും എടുത്തു, ഷർട്ട് കിട്ടിയില്ല കേട്ടോ. കാശിക്കോട്ടൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി വ്ളോഗ്. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു കുട്ടി അമ്പലം കാണിച്ചു തരാൻ പറ്റി. നല്ല രസമുണ്ടല്ലോ. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വൈബ്. വൈകുന്നേരം ഇങ്ങനെ നടക്കുന്നത്, കുറേ നാൾ കൂടിയിട്ടാണ് നടക്കുന്നത്. നമുക്ക് വണ്ടി ഉള്ളതുകൊണ്ടിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഗോകുവിന് ഗിഫ്റ്റ് കൊടുത്തതാണ് ഞങ്ങളുടെ ബുള്ളറ്റ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ്, ഒരു കല്യാണം കഴിഞ്ഞ് 6 മാസമൊക്കെ ആവുന്ന സമയത്താണ് കാർ എടുത്തത് കണ്ടകശനിയായിരുന്നു. അതിന് ശേഷം കാറ് മൊത്തം പണിയായിരുന്നു. നമ്മുടെ തലയിൽ കെട്ടി വയ്ക്കുന്ന ആദ്യത്തെ വണ്ടിയായിരുന്നു കേട്ടോ. സംഭവം ആക്ച്വലി സെക്കൻഡ് എടുത്തതാണ്. അതുകൊണ്ടിട്ട് തന്നെ അതിൻ്റേതായ പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പണിയൊക്കെ ചെയ്ത് ഇപ്പം നേരെയാക്കി വൃത്തിയാക്കി എടുത്തതേ ഉള്ളൂ.
ഇപ്പോഴാണ് ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവരും പറയേണ്ടത് അത് കൊടുത്തിട്ട് വേറെ എടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് അത് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. കാര്യം ഫസ്റ്റ് എടുത്തൊരു വണ്ടി അതിനോട് നമുക്ക് നമ്മുടെ ബേബി എന്ന രീതിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് വണ്ടിയോടുണ്ട്. സോ എന്താ ജീവിതത്തിൽ അത് കൊടുക്കരുത് എന്നാണ് ഒരാഗ്രഹം. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. നമുക്ക് വേറെ ഏതൊക്കെ വണ്ടികൾ എടുത്താൽ പോലും ഞങ്ങൾ പുതിയ വണ്ടി എടുക്കാനുള്ള പ്ലാൻ ഇരിക്കുകയാണ് കേട്ടോ. ഗോകുല് താർ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഇന്നോവ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. താറാകുമ്പോഴത്തേന് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴത്തേന് കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. ഇന്നോവ പോലൊരു വണ്ടി ആകുമ്പോഴത്തേന് പുറത്തൊക്കെ പോകുമ്പോഴത്തേന് കുഴപ്പമില്ല, നമുക്ക് പുറത്ത് ഓട്ടം വിടാം. വീട്ടിലെ ആവശ്യത്തിന് മാത്രമല്ലല്ലോ. ദൈവം സഹായിച്ച് ഏതാന്ന് വെച്ചാൽ നടക്കട്ടെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അല്ലേ. അപ്പോൾ ടാറ്റ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ. ടാറ്റ.